ഇനി എട്ടാമത്തെ പോയിന്റ്, ആ മെയിൻ പോയിന്റ്, വർഗീയത പരത്തിയ പോയിന്റ്. ഇത് നോക്കിയിരിക്കുമായിരുന്നു. വായിക്കടാ മോനെ, വായിക്കും. 8, തിരുക്കർമ്മങ്ങളുടെ സമയത്ത് ദേവാലയത്തിൽ വീഡിയോ അഥവാ ഫോട്ടോ എടുക്കുന്നവർ ക്രൈസ്തവ വിശ്വാസികളാകുന്നതാണ് കൂടുതൽ അഭികാമ്യം. അക്രൈസ്തവരാണെങ്കിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചും തിരുക്കർമ്മങ്ങളുടെ പവിത്രതയെക്കുറിച്ചും അറിവുള്ളവരായിരിക്കണം. ഇതിലെ ആദ്യം പറഞ്ഞിരിക്കുന്ന ഭാഗം എടുത്ത് അടിച്ച് കലക്കി മറിച്ച് അന്യമതസ്ഥർ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന തരത്തിലേക്ക് ആക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അഭികാമ്യം എന്നാൽ മുൻഗണന എന്നല്ലേ? ഒരു ചാനൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ജോബ് വേക്കൻസിയിൽ അപേക്ഷ ക്ഷണിക്കുമ്പോൾ നൽകുന്ന അഭികാമ്യം പോലെ ഇതും ഒരു പ്രത്യേക പരിഗണന വെച്ച് അന്യമതസ്ഥരെ ഒഴിവാക്കുകയല്ലേ? അതിന്റെ ഉത്തരമാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതും അതിനൊപ്പം പറഞ്ഞിരിക്കുന്നതും. ഞാൻ അതൊന്നുകൂടെ വായിക്കാം. തിരുക്കർമ്മങ്ങളുടെ സമയത്ത് ദേവാലയത്തിൽ വീഡിയോ അഥവാ ഫോട്ടോ എടുക്കുന്നവർ ക്രൈസ്തവ വിശ്വാസികളാകുന്നതാണ് കൂടുതൽ അഭികാമ്യം. അങ്ങനെയാണെങ്കിൽ അവരോട് ഇപ്പോൾ നിശബ്ദമായി നിൽക്കേണ്ട സമയമാണ്. ഇത് വചനവ്യാഖ്യാനത്തിന്റെ സമയമാണ്. ഇപ്പോൾ ഫോട്ടോ എടുക്കരുത്, ഇത് കാഴ്ചവെപ്പിന്റെ സമയമാണ്. ഇതിങ്ങനെ പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ആവശ്യമില്ല. എടാ, അതിന് ഞങ്ങൾക്കതൊക്കെ അറിയാം. ഞങ്ങൾ ക്രിസ്ത്യൻ ചടങ്ങുകളിൽ ഫോട്ടോ എടുത്ത് ഒരുപാട് വർഷത്തെ പരിചയം ഞങ്ങൾക്കുണ്ട്. തിരുക്കർമ്മങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾക്കറിയാം. പിന്നെന്താ കുഴപ്പം? ആണോ? എന്നാൽ പിന്നെ കുഴപ്പമില്ല, നീ ഫോട്ടോ എടുത്തോ. 8ാമത്തെ പോയിന്റ് ബാക്കി നീ വായിച്ചില്ലായിരുന്നോ? അക്രൈസ്തവരാണെങ്കിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചും തിരുക്കർമ്മങ്ങളുടെ പവിത്രതയെക്കുറിച്ചുമുള്ള അറിവുള്ളവരായിരിക്കണം. അങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. നീ കണ്ടില്ലല്ലേ? നിന്റെ കുഴപ്പമല്ല. നീ ഇത് കണ്ടത് അത് നിന്റെ അടുത്ത് എത്തിച്ചവർ അവതരിപ്പിച്ചതുപോലെയായിരുന്നു. അതാ. എന്തായാലും ഇനി 2 പോയിന്റുകൾ കൂടി ഉള്ളൂ, അതുകൂടെ വായിക്കാം.